ഇത് 25ാമത്തെ പ്രാവശ്യം ആ വിലാസിനി ആന്റി കിടന്ന് വിളിക്കുന്നത്. വിലാസിനി ആന്റിയോ? 9 മിസ് കോൾ. നിനക്കൊന്ന് അറ്റൻഡ് ചെയ്തൂടായിരുന്നോ? പിന്നെ അവർക്ക് കുറെ സംശയങ്ങളുണ്ടാവും. പിന്നെ ഒരിക്കലും നടക്കാത്ത ചില പദ്ധതികളും. ഇതൊന്നും കേൾക്കാനോ മറുപടി പറയാനോ എനിക്ക് ഒരു താല്പര്യമില്ല. പ്രാക്ടിക്കലാവുന്നൊരു കാര്യം ഞാനിപ്പൊ കാണിച്ചു തരാം. നിക്ക് ഗംഗ. വിലാസിനി ആന്റി ഇത്രയും കോള് വിളിക്കണമെങ്കിൽ തൃശ്ശൂരത്ത് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ. പ്രിയങ്ക, ആ ചെറുക്കൻ. നിക്ക് ഒരു മിനിറ്റ്. ഹലോ ആന്റി. എവിടെയാ പ്രിയങ്കേ? എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ. സോറി ആന്റി, ക്ഷേത്രത്തിലായിരുന്നു. മൊബൈൽ കാറിലും. അതെ, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സംഭവങ്ങളോ? 1000 അസ്ഥികൾ ഒരുമിച്ച് നുറുങ്ങുന്ന വേദനയാ ആനന്ദിനെ ഞാൻ കൃഷ്ണേട്ടന് സമ്മാനിച്ചതിന് സഹിക്കേണ്ടി വന്നത്. അതൊരു പക്ഷേ കൃഷ്ണേട്ടന് ഓർമ്മയുണ്ടാവും. മകൻ മറന്നുപോയല്ലോ. അഖില, എന്താ അഖില ഇത്? നിന്റെ മകൻ അങ്ങനെ നന്ദികേട് കാണിക്കുന്നവനാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇന്നലെ വരെ ആനന്ദിന്റെ ജന്മം പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ ഇന്ന് വേദനകളുടെ കണക്കുകളാണോ പറയുന്നത്? അമ്മ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വേണ്ട ആന്റി, കൈവെള്ളയിലെ മുറിവ് പെട്ടെന്ന് ഉണങ്ങില്ല. ഉണങ്ങാത്ത മുറിവുകൾ ഒരുപാടുണ്ട് എനിക്ക്. ആ കൂട്ടത്തിൽ ഇത് കൂടെ ആവട്ടെ. അച്ഛന് സുഖമാണോ? ഞാനും ചേച്ചിയും പല പ്രാവശ്യം വിളിച്ചിട്ടും അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ഇനി ഞങ്ങളുടെ നമ്പർ അറിയുന്നതുകൊണ്ടാണോ അച്ഛൻ ഫോൺ എടുക്കാത്തെന്ന് വിചാരിച്ചു. സുജാതേച്ചിയുടെ ഫോണിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം അച്ഛനെ വിളിച്ചു. ദേ, ഇപ്പൊ കോയിൻ ബൂത്തിൽ നിന്ന് വരെ വിളിച്ചിട്ടും അച്ഛൻ ഫോൺ എടുക്കാത്തതുകൊണ്ടാ ഞാൻ ഈ കത്തെഴുതുന്നത്. അന്ന് കത്തെഴുതിയപ്പോ കത്ത് ഓപ്പോളമ്മയുടെ കയ്യിൽ കിട്ടിയെന്നാ പറഞ്ഞത്. ഓപ്പോളമ്മ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? അച്ഛൻ പോയതിനു ശേഷം ഞങ്ങളിവിടെ സന്തോഷത്തോടെയാ ജീവിക്കുന്നതെന്ന് ഓപ്പോളമ്മ വന്ന് പറഞ്ഞു കാണുമല്ലേ? എന്നാ അങ്ങനെയല്ല. അച്ഛൻ അറിഞ്ഞില്ലല്ലോ. വല്യമ്മന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ചേച്ചി ആകെ തകർന്നിരിക്കുക. ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അച്ഛ. അച്ഛൻ പണ്ട് പറയുന്നത് പോലെ എന്തെങ്കിലും വിഷം വാങ്ങിക്കഴിച്ച് കത്താ മതിയായിരുന്നു എന്നാ ഇപ്പൊ തോന്നുന്നത്. അരവിന്ദേ, ഞാനേ പറയാൻ വിട്ടുപോയി. ഒരുപാട് മെയിലിന് മറുപടി അയക്കാനുണ്ട്. ചില നേരത്തെ ബിസിനസ് ഒക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും അല്ലേ അരവിന്ദേ? അരവിന്ദ്, എന്താ ഇത്? നീ കരയാണോ? അഖിലാന്റി പറഞ്ഞതോർത്തിട്ടാണോ? എന്താ അരവിന്ദ്? ആരും പറഞ്ഞു തോർത്തിട്ടൊന്നുമല്ല. നീ കണ്ടതല്ലേ എന്റെ ബ്രോ അവിടെ എങ്ങനെ. ഒക്കെ ശരിയാവൂ അരവിന്ദ്. കല്യാണിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. പാവം. കേക്കില്ല, കേക്കില്ലടി. ഒരു ദൈവം കേക്കില്ല. എന്റെ ബ്രോയുടെ ജീവിതം എങ്ങനെ ഇരുളിൽ അവസാനിക്കുള്ളൂ. ഇതൊന്നും എന്റെ ബ്രോ ചെയ്ത പാവം കൊണ്ടല്ല. ഇതൊക്കെ ഞാൻ ചെയ്ത പാവ. ബ്രോ ഇങ്ങനെ എനിക്ക് അനുഭവിക്കുന്നത്. എന്തൊക്കെയാ അരവിന്ദ് ഈ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ അരവിന്ദ് ഒരു പാപവും ചെയ്തിട്ടില്ല. ഒരു പാപവും ചെയ്യാൻ കഴിയില്ല അരവിന്ദിന്. ചെറുപ്പത്തിൽ ചെയ്ത കുരുത്തക്കേടുകളൊന്നും പാപം അല്ല അരവിന്ദ്. അങ്ങനെ പാപം ചെയ്ത ഒരാൾക്ക് സ്വന്തം കൂടപ്പിറപ്പിന്റെ വീഴ്ചയിൽ ഇങ്ങനെ ഹൃദയം തകർന്നു നിൽക്കാൻ പറ്റും? മാഡം പറഞ്ഞതുപോലെ ഓടാൻ കുതിച്ച കുതിരയെ കടിഞ്ഞാനിട്ട് നിർത്തി. എന്നിട്ട് കേരളത്തിലെ കോസ്മെറ്റിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എല്ലാ മൊബൈൽ നമ്പറും കുറച്ചു നേരത്തേക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കും.
മാഡത്തിന്റെ മൊബൈലിൽ അതിന്റെ സൂചന കിട്ടിയിട്ടുണ്ടാവുമല്ലേ? ഉവ്വ്, സൂചനയൊക്കെ കിട്ടി. പക്ഷേ മൗനം കൊണ്ട് തൃപ്തിപ്പെടുന്നവളല്ല ഞാൻ. പ്രതികരിക്കണം. മാഡം, അതെ, AK ഹെർബൽസിന്റെ പ്രോഡക്ട്സ് എടുക്കില്ലെന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ ആനന്ദിനെ അറിയിക്കണം. ഓട്ടത്തിനിറക്കിയ കുതിരയെ കടിഞ്ഞാണിട്ട് നിർത്തുകയല്ല പ്രിയങ്കയുടെ ശൈലി. ഇനി ആ കുതിരയെ ഓട്ടത്തിനിറക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അങ്ങ് വിൽക്കണം. അവിടെയാ വിജയം ആരംഭിക്കുന്നത്. അത് ഉറപ്പായിട്ട് നടക്കും മാഡം. അസോസിയേഷനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതിനും വലുതാണ് അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ നിലപാട്. വാട്ട്? അതെ മാഡം, AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ കോസ്മെറ്റിക്സ് എടുക്കാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് 10% വില കുറച്ച് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്ട്സ് നൽകുമത്രേ. മാർക്കറ്റിലിറങ്ങുന്ന പുതിയ പ്രോഡക്ട്സ് പരീക്ഷിക്കുന്നതിനേക്കാൾ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പ്രിയം മാർക്കറ്റ് പിടിച്ചടക്കിയ പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ, AK ഹെർബൽസിന്റെ തുടക്കവും ഒടുക്കവും ഇന്ന് തന്നെയാണെന്ന് അവൾ അറിയണം. ആ കല്യാണി. അതും കൂടി കഴിഞ്ഞിട്ട് വിളിക്കും. ശരി മാഡം. വല്യഞ്ഞ ഇവിടെ ഇരിക്കും. കുളി കഴിഞ്ഞ് അവനിപ്പോ വരും. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ഞാനും കൂടെ വരുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഡ്രസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി. എന്നാലേ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ആദ്യം നീ എന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്ക്. സൂക്ഷിച്ച്. സ്റ്റെപ്പ്. അടുത്തത്. കല്യാണി, ഇപ്പൊ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങള് നിനക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനും വരാന്ന് പറഞ്ഞത്. അല്ല, നമ്മുടെ സ്കൂട്ടർ എവിടെ ഇരിക്കുന്നത്? ദേ അവിടെ ഇരിപ്പുണ്ട്, ഷെഡില്. നീയേ അതിന്റെ ചാവി ഇങ്ങെടുക്ക. എന്തിനാ? എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞൂടാന്നറിയാലോ, പിന്നെന്തിനാ താക്കോല്? എടുക്ക്, ഒരു കാര്യമുണ്ട്. ചെല ഇവിടെ നിക്കേ. ഞാനിപ്പോഴേ വിചിത്രമായ ഒരു കാഴ്ച കണ്ട ആന്റി. വിചിത്രമായ കാഴ്ചയോ? നീ എന്താ കണ്ണാടിയിൽ നോക്കിയോ? അതല്ല ആന്റി, കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത ആനന്ദേട്ടൻ കല്യാണിയും പുറകിലിരുത്തി സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നു. എന്താ ആന്റി എന്നെ ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കുന്നേ? അല്ല, 10 പൈസയുടെ കുറവ് നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോ 10 രൂപയുടെ തലത്തിലേക്ക് വളർന്നു ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ പറയുന്നത് സത്യം ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. മാത്രമല്ല, നിങ്ങൾ അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യുന്നുമില്ല. പരസ്യമില്ലാതെ എങ്ങനെയാ ആളുകൾ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് വരിക? അതുകൊണ്ട് തൽക്കാലം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓർഡർ വാങ്ങിയാൽ മതിയെന്ന തീരുമാനം. ഹലോ ഫ്രണ്ട്, പെട്ടെന്നുള്ള ഈ മനമാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ തമ്മിൽ ശത്രുക്കളൊന്നും അല്ലല്ലോ. നാളെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാം. സോ പ്ലീസ് ടെൽ മീ, വാട്ട്സ് എ റിയൽ പ്രോബ്ലം? സർ, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന്റെ തീരുമാനം AK ഹെർബൽസിന്റെ പ്രോഡക്റ്റ് എടുക്കണ്ട എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ആജ്ഞ അനുസരിക്കുന്നു, അത്രമാത്രം. അറിയാലോ സർ, ഇപ്പോഴത്തെ കാലത്ത് അസോസിയേഷനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ലെന്ന്. മാത്രമല്ല, നിലവിൽ എടുത്തോണ്ടിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്റ്റ് 10% വില കുറച്ച് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു വിളിച്ചത്. ആനന്ദിന് സംഭവിക്കേണ്ടിയിരുന്ന അപകടത്തെക്കുറിച്ച് നീ പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. സുബോണൻ അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് കണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കുന്നു സുബോണൻ ഒന്ന് ആലോചിച്ച് നോക്കി. അരവിന്ദ്,
ഓസ്ട്രേലിയയിൽ നിന്നോ മറ്റോ ആന്റി ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നു പറഞ്ഞില്ലേ, അതെന്തായി? അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ കസിനാ. അദ്ദേഹം എത്താൻ വൈകുന്നത് ഈ ഫ്ലൈറ്റ് സർവീസ് ഓപ്പൺ ആവത്തുണ്ടോ? അരവിന്ദ്, കൂട്ടുകാരന് ഒരു അപകടം വരുമ്പോ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കാനുള്ളതാ സൗഹൃദം. ഞാൻ ആനന്ദിന്റെ കൂടെ ഉണ്ടാകേണ്ടതാ, പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. സമയം കണ്ടെത്താൻ പറ്റാത്തോണ്ടല്ല. ആനന്ദിന് വേണ്ടി എന്റെ ജോലി അങ്ങ് പോണെന്ന് വെച്ചാ പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ ആനന്ദിന് കാഴ്ച പോലും ഇല്ലാത്ത ഇങ്ങനൊരു അവസ്ഥയിൽ കാണാൻ എനിക്ക് പറ്റില്ലടാ. പൊട്ടി കരഞ്ഞു പോകും ചിലപ്പോ ഞാനും എന്റെ മുന്നിൽ. ജീവിതം കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞിട്ടും അവൻ പതറാതെ നിൽക്കുന്നത് കണ്ടോ നീ? ഒന്ന് പൊട്ടിക്കരണമെന്ന് തോന്നിട്ടല്ല, തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കല്യാണിയുടെ മനസ്സ് തകർന്നു പോകുന്നു ഭയന്നിട്ടാ. ഈ അവസ്ഥ അനുഭവിച്ചാൽ അറിയാൻ പറ്റും. സുബർണ, എന്റെ ബ്രോയുടെ കാഴ്ച നഷ്ടപ്പെട്ട ദിവസം മുതൽ ഇന്ന് വരെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാൻ എന്റെ ലോകം കണ്ടത് മൊത്തം എന്റെ ബ്രോയിലൂടെ. നിന്നെ സങ്കടപ്പെടുത്താനല്ല അരവിന്ദ് ഞാൻ പറഞ്ഞത്. എന്റെ ഉള്ളിലെ സങ്കടം ഞാൻ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് പെരുകി വീർത്ത് പൊട്ടും. അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ തുടക്കവും ഒടുക്കവും ഒരേ ദിവസം. ഇനി ആനന്ദിന് സ്റ്റാഫുകളെ പിരിച്ചുവിട്ട് കമ്പനി പൂട്ടുകയേ നിവർത്തിയുള്ളൂ. നമ്മളറിയാതെയാണ് ഗംഗ അത് ചെയ്തതെങ്കിലും ഉദ്ഘാടനത്തിന് കൊളുത്തിയ നിലവിളക്ക് നിമിഷങ്ങൾക്കകം പടുതിരി വിളക്കാക്കി മാറ്റിയില്ലേ? ഏജൻസികൾ പ്രോഡക്റ്റ് എടുക്കാതെ പിന്മാറിയ സ്ഥിതിക്ക് ഇനി അത് വിൽക്കണമെങ്കിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യേണ്ടി വരും അവന്. ആ ദൃശ്യം മനസ്സിൽ സങ്കല്പിക്കുമ്പോ ഒരു കുളിര്, എന്തെന്നില്ലാത്ത ആനന്ദത്തിന്റെ കുളിർ. കമ്പനിയുടെ കവാടത്തിന് പൂട്ട് വീഴുമ്പോ ഒരമ്മ മകൻ ബന്ധത്തിന്റെ വാതിൽ താഴിട്ട് എന്നേക്കുമായി അടയ്ക്കപ്പെടും. അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്, അത് നടക്കും. ഏതായാലും ഇതിന്റെ പൊട്ടിത്തെറികൾ തൃച്ചംബരത്ത് ഇതിനകം തന്നെ തുടങ്ങിക്കാണും. അതറിയാൻ എന്താ ഒരു വഴി പ്രിയങ്കേ? ആ ഒഴുകി വരുന്ന ഇന്നോവ തന്നെയാ അതിന്റെ വഴി. എങ്ങനെയെങ്കിലും സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു. അതെനിക്കറിയാം. വല്യുഞ്ഞെ അതല്ല പറഞ്ഞേ. ഏതല്ലാന്ന്? ബയോളജി ടീച്ചറുടെ മോളെ കാണാനല്ലെന്നല്ലേ? വല്യുഞ്ഞ അങ്ങനൊന്നും ഇല്ല. ഈ ചേച്ചി വെറുതെ ഓരോന്നൊക്കെ പറയുക. ഹലോ, ഞാനെന്നാ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആ പറയൂ. അറിയാം, അതിനെന്തെങ്കിലും മാർഗം കാണാം. അയ്യോ വല്ലുഞ്ഞെ, എന്തേലും പറ്റിയോ വല്ലുഞ്ഞെ? ഏയ് ഒന്നുമില്ല. നീ പേടിച്ചോയോ? വല്യുഞ്ഞെ, എന്റെ വല്യുവിനെ കണ്ണു കാണാൻ വയ്യാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ? ഏയ് ആരാ പറഞ്ഞത് എനിക്ക് കാഴ്ചയില്ലെന്ന്? അതെ, എനിക്ക് കാണാം. എന്റെ 2 കണ്ണുകളല്ലേ കല്യാണി നീയും. കളക്ടർ ആവാനുള്ള എന്റെ കുഞ്ഞളിയാ. നീ ഇങ്ങനെ നെർവസ് ആവല്ലേ, എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. ആന്റിയെ ഞാൻ ഇതുവരെ ഭർത്താവിന്റെ അമ്മയായിട്ടല്ല കണ്ടിരിക്കുന്നത്, സ്വന്തം അമ്മയായിട്ട്. അതാ ഞാൻ. എനിക്ക് ആമുഖം അവതാരികയൊന്നും കേൾക്കണമെന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. വാക്കുകളുടെ ആഴമറിയാൻ ചില സന്ദർഭങ്ങളിൽ ആമുഖവും അവതാരികയൊക്കെ ആവശ്യമായിട്ട് വരും. അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യേകിച്ചും. ഓ, മരുമകൾ ഒരുപാട് കഥകൾ വായിക്കുന്നവളാണല്ലോ. എന്നാൽ ഒന്നറിഞ്ഞു, നീ വായിക്കുന്ന കഥകളൊന്നും അല്ല ജീവിതം. അതിരിക്കട്ടെ, മുഖവുരെ അവതാരികയൊക്കെ ആയിട്ട്
നീ എന്ത് കഥ പറയാനാ എന്റെ അടുത്തേക്ക് വന്നത്? കഥയായി പറഞ്ഞു തുടങ്ങിയ അത് നെറികേടിന്റെ കഥയായി പോകും ആന്റി. ജീവനെ പോലെ സ്നേഹിച്ച മകനോട് ഒരമ്മ കാണിച്ച നെറികേടിന്റെ കഥ. ഒരുപക്ഷെ കേൾക്കുന്നവന്റെ മനസാക്ഷി പോലും മരവിച്ചു പോകും. വാക്കുകൾ സൂക്ഷിച്ചു വേണം. അത് കഥയായാലും കാര്യമായാലും. തൃച്ചംബരത്തെ ഓരോരുത്തർക്കും എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ ഓരോന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏതായാലും വന്നതല്ലേ, പറഞ്ഞിട്ട് പോകാം. സുബ്രുവിന്റെ കെയർ ഓഫ് ആണല്ലേ? അതെ സർ. പേര് ഞാൻ മറന്നു. മനോജ് കുമാർ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ? ഇപ്പൊ ഒന്നും വേണ്ട മാഡം. സാറ് വിളിപ്പിച്ചത്? പറയാം മിസ്റ്റർ മനോജ്. പുതിയൊരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അറിയാലോ, സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും പോലുള്ള സെലിബ്രിറ്റീസിനെ വെച്ച് കോടികൾ ചെലവഴിച്ച് പരസ്യം ചെയ്തിട്ട് പല പ്രോഡക്റ്റുകളും മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് തന്നെ. മാത്രമല്ല, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇതിനകം തന്നെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത പിടിച്ചു പറ്റിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു മാർക്കറ്റിലേക്ക് നമ്മൾ യാതൊരു പരസ്യമില്ലാതെ പുതിയൊരു പ്രോഡക്റ്റുമായി കടന്നു ചെല്ലുന്നത്, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ട ഏജൻസികൾ വരെ കൈ ഒഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തന്ത്രം മാറ്റി കളിക്കേണ്ടി വരും. സാർ ഉദ്ദേശിക്കുന്നത്? അതെ, വല്യുഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഡൂയിങ് ബിസിനസ് ഈസ് അബൌട്ട് മേക്കിംഗ് എ പ്രോഫിറ്റ്. എല്ലാരും ബിസിനസ് നടത്തുന്നത് ലാഭത്തിന് വേണ്ടി തന്നെയാണ്. ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതെ. നമുക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 90% നമ്മൾ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കണം. പരസ്യത്തിലൂടെയല്ല, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകിക്കൊണ്ട് ലാഭത്തിന്റെ 3/4% ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തന്ത്രം. സാർ അത്? അതെ മിസ്റ്റർ മനോജ്. ഇപ്പൊ അസോസിയേഷൻ തീരുമാനം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഏജൻസികളൊക്കെ മത്സരിച്ച് വന്നെടുക്കും നമ്മുടെ പ്രോഡക്ട്സ്. സാർ, അതിലൊരു പ്രശ്നമുണ്ടല്ലോ. മനസ്സിലായി. അപ്പോ നമ്മുടെ കമ്പനിക്ക് എന്താ ലാഭമെന്നല്ലേ? സീമന്തപുത്രന്റെ കമ്പനിയുടെ പരസ്യമാണിത്. ഓ, അഖില വളരെ താല്പര്യത്തോടെ അത് വായിച്ചപ്പോഴേ എനിക്കത് തോന്നി. AK ഹെർബൽസ് ബ്യൂട്ടി പ്രോഡക്ട്സ് 40% വിലയ്ക്ക് വാങ്ങാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ടെന്ന്. ഇവന് നാണമില്ലേ? പെറ്റമ്മ തന്നെ മകന്റെ അന്നത്തിൽ മണ്ണ് മാറിയിടുമ്പോ അവൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? അവനും അങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? പെറ്റമ്മയുടെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞതിനെ കുറിച്ച് ആർക്കൊന്നും പറയാനില്ലേ? പെറ്റമ്മയ്ക്ക് അസാധാരണ സ്വപ്നങ്ങളാണോ ഉണ്ടായിരുന്നതെന്ന് അവൻ അറിഞ്ഞു കാണത്തില്ല. ഇക്കാര്യത്തിൽ ഞാൻ തോറ്റുകൊടുക്കുന്നവൻ കരുതിയിട്ടുണ്ടെങ്കിൽ അവന് തെറ്റി. ആ കമ്പനി പൊട്ടിക്കാതെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അടങ്ങില്ല. അടങ്ങണ്ടാകില്ല. നീ നിനക്കാവുന്നതൊക്കെ അവനോട് ചെയ്തോ? അവന്റെ കണ്ണീര് കണ്ട് ചിരിച്ചോ? താലോലിച്ച കൈകൊണ്ടുള്ള ഉദകം ഒരുപക്ഷെ ഇതവന്റെ വിധിയായിരിക്കും. ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അയാളുടെ ഭാവിയെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ വീണ്ടും ദുരവസ്ഥയിലേക്ക് എത്തിക്കുകയോ ചെയ്യരുത്. കാരണം കാലമാണെല്ലാം നിശ്ചയിക്കുന്നത്. എല്ലാം വെറുമൊരു കൽക്കരിയാണ് കാലത്തിന്റെ ശക്തി കൊണ്ട് വജ്രമായി മാറുന്നത്. അത് മറക്കണ്ട. അന്ന് മുതലേ ഞാൻ ഇതിനൊക്കെ എതിരായിരുന്നു. എനിക്കിവളെ കാണുന്നതേ ചതുർത്ഥിയ. അല്ല, ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു ചെറുക്കനെ കൊണ്ടുപോയി അവനെ കണ്ണുപൊട്ടനാക്കി. അവക്കിപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പൂട്ടിക്കണോത്രേ. വിഷമാണ് ചേച്ചി, അവള് കൊടും വിഷം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? അയ്യോ, കുടുംബമൊക്കെ തൊലച്ചില്ലേ? വിട്ടുകൊടുക്കരുത് ചേച്ചി, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കമ്പനി നടത്തുന്നത് ആ കല്യാണിയാ. ആ കമ്പനി പൂട്ടിക്കണം.
അവനും അവളും കൂടി. അയ്യോ ശിവരാമേട്ടൻ. നിക്കേ. ഒരു കുടുംബത്തിനുള്ളിൽ ഏഷണിയും പരദൂഷണം പറഞ്ഞു വരുത്തി തമ്മിൽ തെളിച്ച് മതിയായില്ലേ നിനക്ക്? ഇങ്ങനെ ചെയ്യുന്നോണ്ട് നീ എന്താ നേടുന്നത്? ഒരമ്മയുടെ മകന്റെ തകർച്ച കണ്ട് കൈകൊട്ടി ചിരിക്കാണ്? അതോ ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി അവശേഷിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ? ഒരു ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ പേരിൽ കമ്പനിക്ക് ലാഭം വെറും 2 രൂപ. ഇതിനേക്കാളും നല്ലതേ അവൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി തോർത്ത് വിരിച്ചിരുന്ന ഇതിനേക്കാളും പൈസ കിട്ടിയേനെ. അതെ ആന്റി, സുമുഖനായ അന്ധനായതുകൊണ്ട് ചിലപ്പോ അതിലും വലിയ നോട്ടുകൾ ഇട്ടെന്ന് വരും. അതെ, അങ്ങനെ അങ്ങ് ചിരിച്ചു തള്ളണ്ട ആന്റി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങിയവനാ ആനന്ദ്. ഊഹക്കച്ചവടത്തിലും മാർക്കറ്റിംഗിലും വിസ്മയം തീർത്തിട്ടുള്ള യങ് ബിസിനസ് മാഗ്നറ്റ്. ചെറിയ ലാഭം നേടിക്കൊണ്ട് മാർക്കറ്റ് പിടിച്ചടക്കാനുള്ള അവന്റെ ചാണക്യ തന്ത്രമാണിതെങ്കിലോ? ആണ്, അത് തന്നെയാണ് അവന്റെ ലക്ഷ്യം. പ്രിയങ്കേ, അവന്റെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ട് മാറി മറിയുന്ന ബിസിനസ് വിപണിയൊന്നും അവന് കാണാൻ കഴിയില്ല. മണത്തറിയാനും പറ്റില്ലല്ലോ. പിന്നെ അവനെന്താ ചെയ്യ? ആന്റി, ആന്റിക്ക് അവിടെയും തെറ്റി. ഈ പൃഥ്വിരാജ് ചൌഹാനെ പറ്റി കേട്ടിട്ടുണ്ടോ? വീരശൂര പരാക്രമിയായ പൃഥ്വിരാജ് ചൌഹാന്റെ കണ്ണുകൾ രണ്ടും ശത്രുക്കൾ ചൂഴ്ന്നെടുത്തോണ്ട് പോയപ്പോഴും ശബ്ദം മാത്രം കേട്ട് ലക്ഷ്യം തെറ്റാതെ അമ്പ് പായിക്കാൻ സമർത്ഥനായ പൃഥ്വിരാജ് ചൌഹാനെ കുറിച്ച് ആ ജന്മോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദ് കൃഷ്ണൻ. തളരില്ല അവൻ. ഒരു വെയിലത്തും വാടാത്ത രീതിയിൽ ആത്മവിശ്വാസം കൊടുത്ത് വളർത്തിയതാ അഖിലാണ്ടേശ്വരി മക്കളെ. ആ പിന്നെ ചെക്കായിട്ട് മതി കേട്ടോ. ശരി ശരി, ഓക്കെ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഓർഡർ വരുന്നുണ്ടല്ലേ? ഉണ്ട് കല്യാണി, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു വണ്ടിയല്ലേ ഉള്ളൂ. മാത്രമല്ല ആവശ്യത്തിനുള്ള സ്റ്റാഫുകളും ഇല്ലല്ലോ. ഒരുപക്ഷെ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ വലിയ? ആദ്യം മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാവട്ടെ, അതിനുശേഷം നമുക്ക് സ്റ്റാഫുകളെയൊക്കെ കൂട്ടാം. അതെ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒപ്പം എത്തിയില്ലെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നൊരു സമയം ഉണ്ടാവും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ ഗുണം കല്യാണിക്ക് ഉണ്ടിപ്പോ. കല്യാണി, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു വടവൃക്ഷമാണ്. നമ്മളേത് ഒരു കുമിൾ ചെടിയാ. ആ വൻമരത്തിന്റെ തണൽ ചേർന്ന് നിൽക്കാന്നല്ലാതെ അതിനൊപ്പം വളരാന്ന് സ്വപ്നം പോലും കാണണ്ട. അല്ലെങ്കിലും എനിക്ക് അറിയാൻ വലിയ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അമ്മയെ തോൽപ്പിച്ചൊന്ന് നേടാൻ ഈ മകൻ ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാലോ. ഇന്നലെ വരെ ആന്റിയുടെ പക്ഷം തന്നെയായിരുന്നു ശരി. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയും ചെയ്തു പോകുന്ന പ്രവൃത്തികൾ മാത്രമേ ആന്റി ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആനന്ദ് ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോ ആന്റി എടുത്ത നിലപാട് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകൻ ഇരുളിൽ തപ്പുന്നതിലും വലുതല്ല അഭിമാനവും അന്തസ്സും. നീ എന്താ ചിരിക്കുന്നത്? അരവിന്ദ്, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ഓ, അതോ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വയം സന്തോഷം കണ്ടെത്താനാണോ? അങ്ങനെയാണെങ്കിൽ അരവിന്ദിന് അത് കഴിയില്ല. എന്താ അരവിന്ദ് ഇത്? നീ ആ മൊബൈലിങ് എടുത്ത മൊബൈലിങ് എടുക്കാൻ ഇതൊന്ന് നോക്കി. ഇതൊന്ന് നോക്കടോ.
കാലം മാറി. വസന്തം കൂടുകൂട്ടുന്ന ചെമ്പരത്തിക്കൂട്ടിലൊരുക്കിയ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ്. മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഇത് സൂര്യനെ പോലെ ഇത് നമ്മുടെ കല്യാണിയാണല്ലോ. പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിതവുമായിരിക്കണം നമ്മുടെ മുഖം. നീ ചോദിച്ചില്ലേ നീ പറയുന്ന കേട്ടിട്ട് ഞാൻ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന്? എന്റെ മൗനത്തിന് പിന്നിലുള്ള കാരണം ഇതാ. എടീ, ബ്രോയുടെ AK ഹെർബൽ പ്രൊഡക്ട്സിന്റെ പരസ്യമാണ്. ഒരു പകല് കൊണ്ട് 1.5 ലക്ഷം വ്യൂസാണ്. ഈ വീഡിയോ ചെറിയ സമയം കൊണ്ട് ഇത്രയും പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ പരസ്യം ചെയ്തിരിക്കുന്നത് തൃച്ചംബരത്തെ വെറും വേലക്കാരിയായ കല്യാണിയല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസിഡർ അവാർഡ് കരസ്ഥമാക്കിയ കല്യാണി ദാസ. ഇവളുടെയൊക്കെ വീഡിയോക്ക് 2 ലക്ഷം വ്യൂവേഴ്സ്. ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞാലും അത് വലിയൊരു സാന്നിധ്യമായി കൂടെ തന്നെ ഉണ്ടാവും. അതെ ആന്റി, ഈ വീഡിയോ ഇത്രയും വൈറലായതിന്റെ പിന്നിൽ കല്യാണി വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനോ? അതെ, അന്നുണ്ടാക്കിയ ജനപ്രീതിയ ഇപ്പോഴത്തെ ഈ റീച്ചിന് പിന്നിൽ. ടെൻഷൻ അടിക്കേണ്ട പ്രിയങ്കെ, മുന്നിൽ കൂരിരുട്ട് മാത്രമാണ് അവന്. ആ കൂരിരുട്ട് മനസ്സിലേക്കും കൂടി പടർന്നു തുടങ്ങുമ്പോ വല്ല കുളത്തിലോ കായലിലോ ചാടി അവസാനിപ്പിച്ചോളൂ അവന്റെ ഈ ദുരന്ത ജീവിതം. അതെ, അയ്യോ അതങ്ങനെയല്ല. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സഹോദര സ്ഥാപനം തന്നെയാ AK ഹെർബൽസ് കമ്പനി. മാനേജറോ? ശ്രീനിവാസോ? അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗാ. ഇല്ലില്ല, അയാളൊരു മാനേജറുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ പറഞ്ഞതായിരിക്കും. അല്ലാതെ അഖിലാന്റിക്ക് എതിർപ്പൊന്നുമില്ല. അഖിലാന്റി അത് അറിഞ്ഞിട്ടുണ്ടാവൂന്ന് പോലും അറിയില്ല. AK ഹെർബൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ധൈര്യമായിട്ട് എടുത്തോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്കിളോ? ആരായിരുന്നു ഫോണിൽ? എന്റെ മാനേജറാ. കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാ അങ്കിളെ. മോളെ, ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കുടുംബം ഒരു സൈക്കിൾ സവാരിയാണ്. വീണു പോകാതിരിക്കണമെങ്കിൽ അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. മോള് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആനന്ദിന്റെ പുതിയ കമ്പനിയുടെ പ്രോഡക്റ്റ് എടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടറെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ്. കരുതലാകേണ്ടവർ പോലും അവന്റെ കമ്പനിയെ തകർക്കാൻ നോക്കുമ്പോൾ അവന്റെ അനുജന്റെ ഭാര്യയായ നീ ചെയ്യുന്ന ഈ സേവനം മഹത്തരമാണ്. അങ്കിളെ, ഇത് സേവനോ കരുതലോ ഒന്നുമല്ല, കടമയാണ്. ഞാനെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ദൈവം തന്ന 2 മരുമക്കൾ ഒന്നിനൊന്ന് നല്ലവരാണ്. എല്ലാ അർത്ഥത്തിലും നന്മയുള്ളവർ, കുടുംബത്തിന്റെ വിളക്കുകൾ. അല്ലങ്കിളെ, ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണാനും അവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നവളുമാണ് നല്ല മരുമകൾ. അങ്ങനെയുള്ള മരുമകളാ കുടുംബത്തിന്റെ വിളക്ക്. തെരുവ് സർക്കസിൽ ചില അഭ്യാസികൾ ഉയരത്തിൽ വട്ടം കെട്ടിയിരിക്കുന്ന കയറിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം ഒന്ന് തെറ്റിയ അവിടെ തീർന്നു ജീവിതം. അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. ചേച്ചി, നമ്മുടെ ആനന്ദ് റോഡിലൂടെ കണ്ണു കാണാതെ സ്കൂട്ടർ ഓടിച്ച് പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ, അതെ ചേച്ചി, കാഴ്ചയില്ലാത്ത ആനന്ദ് റോഡിലൂടെ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നു. ആ നാശം പിടിച്ചവള് പുറകിലിരുന്ന് നിർദ്ദേശം കൊടുക്കായിരുന്നു. ബസ്സും ലോറികളും ടിപ്പറും ഒക്കെ ചീറിപ്പാങ്ങി വരുന്ന സ്ഥലമല്ലേ, അതിനിടയിൽ കൂടിയാ അവള് കണ്ണു കാണില്ലാത്ത നമ്മുടെ ആനന്ദിനെ കൊണ്ടുപോയത്. സത്യ ചേച്ചി, എന്റെ മക്കളാണ് സത്യം. എന്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. എന്റെ നെഞ്ചിടിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല.
അപ്പൊ ചേച്ചിയോ ശിവരാമേട്ടനോ എങ്ങാനും കണ്ടിരുന്നെങ്കിലോ? കണ്ണുള്ളവർ ഓടിച്ചാ പോലും ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുന്ന കാലവാ. അപ്പോഴാ അവള് കണ്ണ് കാണാത്ത നമ്മുടെ കൊച്ചിനെയും കൊണ്ട്. ചേച്ചി, അവൾ എന്താ ചേച്ചി നമ്മുടെ ആനന്ദിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? അവന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോ? ചേച്ചിയുടെ മനസ്സില് അവൻ ഇപ്പോഴും ജീവനാണെന്നൊക്കെ എനിക്കറിയാം. നമ്മൾ എങ്ങനെയെങ്കിലും ആനന്ദിന്റെ കാഴ്ചശക്തി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ അവൾ ആനന്ദിനെ കൊല്ലാൻ നോക്കുന്നോ? വിലാസിനി, ചേച്ചി ആരാ നോക്ക്? മാനേജരാ. ആ ഹലോ, LK മോളോ? ശരി ശരി, എത്ര ബോക്സാ? എന്നാ പിന്നെ നാളെ രാവിലത്തെ ആദ്യത്തെ ലോഡ് തന്നെ പോട്ടെ. പിന്നെ കൃത്യസമയത്ത് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. കൃത്യനിഷ്ഠയാണ് ആദ്യം വേണ്ടത്. പറഞ്ഞ സമയം പാലിക്കുക. ശരി. കല്യാണി, നീ ഒരു ഒന്നാന്തരം ബിസിനസ്സുകാരിയായ മട്ടുണ്ടല്ലോ. അത് എന്റെ മിടുക്കൊന്നുമല്ല. വലിയ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗന്ദര്യം. സൗന്ദര്യമല്ല, സൗരഭ്യം എന്നാ. പിന്നെ അത് മാത്രമൊന്നുമല്ല, കച്ചവടക്കാർക്ക് അവരാവശ്യപ്പെടുന്ന സമയത്ത് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കണമെന്ന് പറയാൻ വലിയ പഠിപ്പൊന്നും വേണ്ട കേട്ടോ. കൊള്ളാം. എന്റെ കെട്ടിയോള് മോശക്കാരിയൊന്നുമല്ല. അയ്യോ, ഈ കണക്കും കാര്യങ്ങളും കൂടി വന്നപ്പോ വലിഞ്ഞിന് പുതിനാറ്റി എടുക്കുന്ന കാര്യം മറന്നു. ഞാൻ പോയി പുതിനാറ്റി എടുത്തിട്ട് വരാട്ടോ. ഇരിക്കേ കല്യാണി. വലിഞ്ഞേ, ഞാൻ വീണ്ടും ചോദിക്കുക, ഇപ്പോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നീ എന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നത്. സർ, അകത്ത് ക്യാബിനിലേക്ക് ഇരിക്കാം സർ. വേണ്ട, കല്യാണം ഇപ്പൊ ഇങ്ങ് വരും. സർ, ഇന്നലെ ഡ്രഗ്സ് കൺട്രോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അതിനെന്താ? കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള ചുമതല അവർക്ക്. അവര് വന്ന് പരിശോധിക്കട്ടെ. സർ, കണ്ടൻസ് മുഴുവനും കവറിൽ കാണിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ ബുദ്ധിമുട്ട്? നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. സാധാരണ കോസ്മെറ്റിക് ഐറ്റംസിന്റെ 90% വിദേശത്ത് നിന്ന് വരുന്നത്. നമ്മള് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. വീട്ടുമുറ്റത്തെ നാട്ടു ചെമ്പരത്തിയിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ്. ഇതിന്റെ പേറ്റന്റ് നമ്മുടെ കമ്പനിക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികളുടെ കോസ്മെറ്റിക് ഐറ്റംസിനേക്കാൾ ഗുണനിലവാരം ഉള്ളതുകൊണ്ട് മാർക്കറ്റ് പിടിച്ചടക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. ശരി സർ. ഹലോ, സുബ്രാണോ? ഇല്ലില്ല, ശ്രീയ. എന്നാ പിന്നെ മിസ്റ്റർ മനോജിന്റെ വർക്ക് നടക്കട്ടെ. അകത്തേക്ക്. ശരി സർ. ഹലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ അതെ. ചെക്കിങ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോയായിരുന്നു. തരാം മാഡം. ഡോളി മാഡം ഒപ്പിടണം. ഞാനൊന്ന് നോക്കട്ടെ. കോൾ കല്യാണി. ഹലോ, എന്ത് പറ്റുമല്ലോ? ഒന്നുമില്ല കല്യാണി.
നീ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് വല്യുവിനെ ഞാൻ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ ശരി ശരി. കല്യാണി, അനിയൻകുട്ടാ, അനിയൻകുട്ടാ. സുജാതേച്ചിയോ? അനിയൻകുട്ട, കല്യാണി എവിടെ? സുജാതേച്ചി ചേച്ചി കമ്പനിയിലേക്ക് പോയിരിക്കുക. ഓ, ഞാനതങ്ങ് മറന്നു. കല്യാണി ഇപ്പോ വലിയ കമ്പനി നടത്തുന്ന ആളാണല്ലോ. ശരി അനിയൻകുട്ട. സുജാതേച്ചി, എന്താ അനിയൻകുട്ട? ആ മൊബൈൽ ഒന്ന് തരാവോ? എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കാനാ. വിളിക്ക്. എന്താടാ ഇത്ര അർജന്റ്? എന്റെ ആധാർ കാർഡ് ചേച്ചി എവിടെയാ വച്ചിരിക്കുന്നതെന്ന് അറിയാനാ. സ്കൂളിൽ നിന്ന് ആധാറിന്റെ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്തു പറ്റി? കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ലല്ലോ. ആ, വലിയനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ. വല്യുഞ്ഞെ, ഞാൻ അനിയൻകുട്ടനാ. പറയാ അനിയൻകുട്ടാ. വല്യുഞ്ഞെ, ചേച്ചിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? എന്തുപറ്റി അനിയൻകുട്ടാ? കല്യാണി ഇപ്പോ അടുത്തില്ലല്ലോ. നീ കല്യാണിയുടെ ഫോണിൽ വിളിക്ക. ചേച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. സ്വിച്ച് ഓഫോ? ഞാനിപ്പോ കല്യാണിയെ വിളിച്ചല്ലേ ഉള്ളൂ. നീ ഒന്നുകൂടെ കോൾ ചെയ്ത് നോക്കിയേ. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി വല്യുഞ്ഞെ. ചേച്ചിയുടെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ശരി ശരി, നീ വെച്ചേക്ക്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി വല്യുഞ്ഞെ. സർ, പാക്കിംഗ് മെഷീൻ സ്റ്റക്കായി. അത് സർവീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയൂ. പറഞ്ഞു സർ. ഗുഡ്. എന്നെ ഒന്ന് എൻട്രൻസിലേക്ക് എത്തിക്കോ. ഇങ്ങോട്ട് എടുക്കടി. മര്യാദയ്ക്ക് ഇരുന്നോണം അവിടെ. മേഡം ഫോൺ തരൂ. മേഡം ഞാനൊന്നും ചെയ്തിട്ടില്ല. അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിലേ വലിച്ചെടുത്ത് പുറത്തെറിയും ഞാൻ. എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അപകടം പറ്റിയതാണെന്ന് എഫ്ഐആർ എഴുതി കേസ് ഞാൻ ക്ലോസ് ചെയ്യും. സർ, ഞാൻ ഒരു ഫോൺ വിളിച്ചിട്ട്. സർ പ്ലീസ് മിണ്ടാതിരിയുടെ അവിടെ.